ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെഡ്സെറ്റിന്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് ജസ്റ്റ് നമ്മുടെ ലെവലിൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യോ സൗണ്ട് ഭയങ്കര എനിക്ക് നോക്ക്, കുഴപ്പമൊന്നുമില്ല. ആ വീഡിയോ കാണിക്കണേ. ഇല്ല, വിഷയമൊന്നുമില്ല. ഞാനൊന്ന് കേൾക്കാം. നമ്മളെ ഡോൾബിയുടെ ഓഡിയോ ആണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, സറൗണ്ട് ഓഡിയോ. കിടപ്പാണോ? സൗണ്ട് ഇല്ല, നല്ല ചുറ്റും കറങ്ങി വരുന്നുണ്ടോ? കേൾക്കാൻ വയ്യാട്ടോ അമ്മയ്ക്ക്, ഞാൻ പറയുന്നത് കേൾക്കാൻ വയ്യ, അതിന്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നോട്. ഓക്കെ, ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്, നമ്മൾ ഒരു 2-3 വീഡിയോയ്ക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിലെ ഓഫേഴ്സിനെ കുറിച്ചിട്ട്. ആ ഓഫറിൽ വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ചതാണ് ഓഫർ കണ്ടിട്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ പ്രോഡക്റ്റ് എന്താണെന്നാ. ഇതാണ് ബോട്ടിന്റെ ഇമ്മോർട്ടൽ 1300 എന്ന് പറയുന്ന ഒരു മോഡലാണിത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇതിനകത്ത് കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇതിന്റെ വില വെച്ച് നോക്കുമ്പോൾ എക്സ്ട്രീം ഫീച്ചേഴ്സ് ആണ്. ആ ഒരു വില വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി പ്രോഡക്റ്റുകൾ ആ റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, ഫസ്റ്റ് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ 2x ഡ്യുവൽ കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ 2.4 GHz അൾട്രാ ലോ ലേറ്റൻസി, അത് ഞാൻ പറഞ്ഞുതരാം ലേറ്റൻസിയുടെ കാര്യം. പിന്നെ ബ്ലൂടൂത്ത് 5.1 ആണ് വന്നിരിക്കുന്നത്, 5 അല്ല 5.1 ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നതെല്ലാം കണ്ടേ. ഇനി ഇതിന്റെ ബാക്കിൽ കുറച്ച് അധികം ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് നോക്കാം. കാണാൻ പറ്റുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് ഞാൻ അത് വായിച്ച് ഏൽപ്പിക്കാം ഒന്ന് ജസ്റ്റ്. പ്ലേ ബാക്ക് ടൈം ആണ് കൊടുത്തിരിക്കുന്നത്. അവർ എത്ര മണിക്കൂർ ഇത് പ്ലേ ബാക്ക് കിട്ടും എന്നുള്ളത്. ബ്ലൂടൂത്ത് മോഡാണെങ്കിൽ 14 മണിക്കൂർ. പിന്നെ വേറൊരു മോഡ് അവർ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വീഡിയോ ഇത് അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ പറയുന്നില്ല, സസ്പെൻസ് കളയുന്നില്ല. ഓക്കെ, ആ മോഡിലാണെങ്കിൽ 11 മണിക്കൂറാണ് ഇത് കിട്ടുന്നത്. പിന്നെ ഡ്യുവൽ മൈക്ക്, ഡിറ്റാച്ചബിൾ പ്രൈമറി മൈക്കും ഉണ്ട്, സെക്കൻഡറി മൈക്കും ഉണ്ട്. അതെന്ന് വെച്ചാൽ നമുക്കിത് ഡിറ്റാച്ച് ചെയ്യാവുന്ന മൈക്കും ഉണ്ട്, അല്ലാതെ ഇൻബിൽഡ് മൈക്കും വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ ആഡിയോ ഇക്വലൈസേഴ്സ് വരുന്നുണ്ട്. വയർലെസ് 3D ബോട്ട് സിഗ്നേച്ചർ മോഡ്. ഓക്കെ, 3 കളർ ബ്രീത്തിങ് LED ലൈറ്റ്സ് RGB വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്രീമിയം ഇയർമഫ്സ് ആൻഡ് ഹെഡ്ബാൻഡ് സംഭവം. അത് ഞാൻ അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അത് കാണിച്ചതെന്ന് പറഞ്ഞുതരാം. പിന്നെന്തുവാ, എക്സ്റ്റൻഡഡ് ഗെയിമിങ്ങിനാണ് മെയിനായിട്ട് ഇത് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നാണ് അവരിത് പറഞ്ഞേക്കുന്നത്. പിന്നെന്തോ അഡ്ജസ്റ്റബിൾ ഇയർ കപ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഡെഡിക്കേറ്റഡ് ഒരു സ്ലോട്ട് ഇതിനകത്തുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വായിച്ച് ഏൽപ്പിക്കുന്നില്ല. ഓക്കെ, സർപ്രൈസ് ആയിട്ട് അന്നേരം വീഡിയോ അൺബോക്സ് ചെയ്യുന്ന ടൈമിനെ കാണിച്ചിരുന്നു. പിന്നെ ബോട്ട് ഇമാജിനാണ് ഇമ്പോർട്ട് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം. പിന്നെ എന്താണ് പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത്, ഓക്കെ, നമ്മുടെ കാർത്തിക് ആര്യന്റെ ഒരു ഡയലോഗ് ഇതിൽ പറയുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി. ഓക്കെ, അടുത്തത് ഇനി ഒന്നുമില്ല. നമുക്കിനി ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് നോക്കാം. റേറ്റ് ഇവിടെ. ഓക്കെ, റേറ്റ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് റേറ്റ് ഒന്ന് നോക്കിയല്ലോ. അതുകൊണ്ട് ഇതാണ് റേറ്റ്. അതിന്റെ ഈ വിരലിന്റെ ആ ഒരു സൈഡിലുണ്ട് റേറ്റ്. 10,000 രൂപയ്ക്ക് 10 രൂപ കുറവ്. അപ്പോൾ ഇതിന് അത്രയും ക്വാളിറ്റി ഉണ്ടോ, ആ റേറ്റിനുള്ള ക്വാളിറ്റി ഉണ്ടോ? അവർ ബോക്സിനകത്ത് എന്തായാലും അത്രയും റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഫോണിനാണെങ്കിൽ ഒരു 75,000 രൂപ ബോക്സിനകത്ത് കൊടുത്തേക്കുന്നത്. അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ടോ? പിന്നെ അവർ സെല്ല് ചെയ്യുന്ന പ്രൈസ് എത്ര ആണ്? ഓഫർ പ്രൈസ് മാത്രമേ നമുക്ക് പറയത്തുള്ളൂ. ഓഫറിന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രൈസ് 2,300 രൂപയ്ക്കാണ് ഓഫറിന് കിട്ടിയിരിക്കുന്ന പ്രൈസ്. പിന്നെ അവർ ഒറിജിനലായിട്ട് സെല്ല് ചെയ്യാൻ പോകുന്ന മാക്സിമം എനിക്ക് തോന്നുന്ന ഒരു പ്രൈസ് 6,000 7,000 ആ റേഞ്ചിലായിരിക്കും. ചിലപ്പോൾ 10,000 രൂപയ്ക്ക് സെല്ല് ചെയ്യാം. അത് ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് പറയാം. ഇതിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് ഞാൻ പറയാം എത്ര രൂപ വരെ വാല്യൂ ഉണ്ടെന്ന്. ഓക്കെ, നേരെ നമുക്ക് ഇന്ന് ബോക്സ് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിന്റെ ഇമ്മോർട്ടൽ 1300 എന്ന് പറയുന്ന മോഡൽ ഒന്ന് അൺബോക്സ് ചെയ്യാം. അതിനു മുമ്പ് ഇതിന്റെ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ നോക്കാം എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യമേ തന്നെ വന്നിരിക്കുന്നതാണ്ട് പുറത്ത് വെച്ചിരിക്കുന്ന ഡ്യുവൽ കണക്ടിവിറ്റി മോഡ്സ് ഉണ്ട്. 2.4 GHz, ബ്ലൂടൂത്ത് 5.0. നമ്മളിത് ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണ്. ഇത് ഗെയിം ഈസ് നെവർ ഓവർ, കാർത്തിക് ആര്യൻ്റെ ഡയലോഗ്സ്. പിന്നെ ഇവിടെ കുറച്ച് മോഡ്സും ഉണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ ജസ്റ്റ് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാമെന്നേ ഉള്ളൂ. പിന്നെ പ്രൈസ് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ വലുതായിട്ട് എടുത്ത് പറയാത്തത്. പിന്നെ ബോട്ടിൻ്റെ ലോഗോയും
ജസ്റ്റ് QR കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല സൈഡുകളിലൊന്നും, ഇത്രയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് തുറന്ന് നോക്കാം. നല്ല സീല് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് തന്നെ നമ്മൾ നല്ല ഹെഡ്ഫോണാണ് കയ്യിലോട്ട് വരുന്നത്. ജസ്റ്റ് വെളിയിലോട്ടെടുക്കാം. ബോട്ടിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. ഇവിടെ ലോഗോ, പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിക്കാം. അതിന് മുമ്പ് ബാക്കി ബോക്സ് കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ, മൈക്ക് വരുന്നുണ്ട്. നമ്മൾ എക്സ്റ്റേണൽ കണക്ട് ചെയ്യുന്ന മൈക്കുണ്ട്. നല്ല ഷാർപ്പ് എഡ്ജസ് ആണ്. സൂക്ഷിച്ച് കൈയിട്ടില്ലെങ്കിൽ മിക്കവാറും കൈ കീറാൻ ചാൻസ് ഉണ്ട്. പോയി ചരിച്ചെടുക്കട്ടെ. കേബിൾ വരുന്നുണ്ട്. ടൈപ്പ് സി കേബിളാണ് വരുന്നത്, ടൈപ്പ് സി ടു ടൈപ്പ് എ. പിന്നെ അതിന് ശേഷം ഇനി കുറച്ച് ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ബ്രോഷറും അതിൻ്റെ യൂസും കാര്യങ്ങളും ടെക്നിക്കലായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് അതുകൊണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെയാണ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ്, പാക്കേജ് കണ്ടൻറ്റ്സ് കാര്യങ്ങളെല്ലാം. ഓക്കെ, മാറ്റി വയ്ക്കാം സൈഡിലോട്ട്. അതിനുശേഷം ഇനി എന്തൊക്കെ വരുന്നത്, ഒരു സിലിക്കൻ വരുന്നുണ്ട്. അതിനുശേഷം ഒരു മിനിറ്റ്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ ബോക്സ് ഇതാണ്ടേ. നമ്മുടെ നമ്മുടെ വാറണ്ടിയാണ് അടുത്തത് വരുന്നത്. വാറണ്ടി കാർഡ് 1 year മാനുഫാക്ചർ വാറണ്ടിയാണ് വരുന്നത്. ഓക്കെ, ഇതെല്ലാം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഹെഡ്സെറ്റ് ഫുള്ളൊന്ന് നോക്കാം. അതെ, സൈഡ് നോക്കട്ടെ. ഓക്കെ, സൈഡുകൾ കണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ട് ഇവിടെ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ റൈറ്റ് നിന്നും വരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ബട്ടൺസും പോർട്ടുകളും കാര്യങ്ങളും എല്ലാം വരുന്നത്. അതെ, അപ്പോൾ നമുക്ക് ഇവിടെ പ്ലസ് മൈനസ് വരുന്നുണ്ട്. പിന്നെ മ്യൂട്ടിൻ്റെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ചാർജിങ് ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എക്സ്ട്രാ മൈക്രോഫോൺ കണക്ട് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ നമ്മുടെ പവർ ബട്ടൺ. ഇത് നമുക്ക് പവർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സെക്കൻഡ്, ജസ്റ്റ് ഒന്ന് 2-3 സെക്കൻഡ് പവർ ബട്ടണിൽ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്ട് മ്യൂട്ടിൻ്റെ ബട്ടണിൽ ഡബിൾ ടാപ്പ് ചെയ്യണം. അന്നേരം 2 മോഡ്സ് ഉണ്ട്, മ്യൂസിക്കും പിന്നെ നമ്മുടെ 3D സ്പേഷ്യൽ സൗണ്ടിൻ്റെ മോഡും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഞാൻ അതിൽ പറയാതെ മിസ്സാക്കിയ ഒരു കാര്യം ഞാൻ ഇപ്പം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൻ്റെ ലേറ്റൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പറഞ്ഞില്ല, പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ ഇത് കണ്ടില്ലേ, ഇതൊരു വയർലെസ് ഡോങ്കിളാണ്. ബോട്ടിൻ്റെ വയർലെസ് ഡോങ്കിളാണ്. നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഡോങ്കിളാണ്. ഈ ഡോങ്കിൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പം ഗെയിമിംഗ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ടൈമിൽ നമുക്ക് 35 ലേറ്റൻസി വരുന്നത്. 35 ms ആണ് ലേറ്റൻസി വരുന്നത്. ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഇത്രയും ലേറ്റൻസി കുറവിലുള്ളൊരു ഹെഡ്ഫോൺ കേൾക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് ഞങ്ങളത് വേറെ ഒന്നും നോക്കാതെ ബുക്ക് ചെയ്തത്. പിന്നെ ആ ഒരു ക്വാളിറ്റി നമുക്കിനി ബാക്കി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ പുറമേ നോക്കുവാണെങ്കിൽ, ഫിസിക്കലായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാണ്ട് ഇവിടെ എല്ലാം നല്ലൊരു ലെതർ ബുഷാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ലെതറിന്. ലോക്കൽ ലെതറായിട്ട് തോന്നുന്നില്ല നമുക്ക്. പിന്നെ ഇവിടെ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തും നല്ലൊരു കുഷനിങ്ങാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മളിതൊന്നേരം എടുത്ത് തലയിലോട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഒരു ഫീലാണ്, വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. അതുമാത്രമല്ല, ഈ കപ്സ് ആണെങ്കിൽ ചെവിയിലകത്തോട്ട്, നമ്മുടെ ചെവി ഇതിനകത്ത് ആണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെവിക്കൊരു പെയിനോ അല്ലെങ്കിൽ വെയിറ്റോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഇപ്പോൾ ഞാൻ ഒരു ദിവസം യൂസ് ചെയ്തു, ഒരു ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിൽ നല്ല രീതിയിലാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് എക്സ്പീരിയൻസ്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട്. പവർ ബട്ടണിൽ കുറച്ച് നേരം ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഓണായി. നിങ്ങൾക്ക് കാണാം ബ്ലൂ കളറാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
ഓൺ ചെയ്യുമ്പോൾ ബ്ലൂ കളറാണ് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പെയർ ചെയ്ത് നോക്കാം ഒരു ഫോണുമായിട്ട്. അതെ, റെഡും കൂടെ ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതാണ്ട് ഇതിപ്പം പെയറിങ് മോഡായി. അന്നേരമാണ് റെഡ് വന്നത്. നമ്മൾ ഇന്നലെ വീഡിയോയിൽ, നമ്മുടെ ഔട്ട്രോ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ പിങ്ക് കളർ വരുന്നത്. അത് നമ്മൾ പെയറായിട്ടിരിക്കുന്ന ടൈമിലാണ് പിങ്ക് കളർ വരുന്നത് ഇതിനകത്ത്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇത് സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അതിപ്പോൾ എനിക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതെന്ന് എനിക്കറിഞ്ഞൂടെ. എന്താണെന്ന് വെച്ചാൽ സൗണ്ട് ക്വാളിറ്റി അത്രയ്ക്ക് അടിപൊളിയാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു 5000-6000 ആ റേഞ്ചിലായിരിക്കണം ചിലപ്പം ബോട്ട് വിൽക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ഓഫർ ഇല്ലാതിരുന്ന സമയത്ത് 9000 ആയിരുന്നു കിടന്നിരുന്ന റേറ്റ്, 10000 രൂപയ്ക്ക് അടുപ്പിച്ച്. അതിനെ അവർ ചേഞ്ച് ചെയ്താൽ പോലും ഒരു 4000-5000 രൂപയ്ക്കുള്ളതുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ എക്സ്റ്റേണൽ മൈക്രോഫോൺ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഇത് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുക, കണക്ട് ചെയ്യുക. നമ്മുടെ എക്സ്റ്റേണൽ മൈക്രോഫോൺ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ്. പിന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. പിന്നെ മൈക്രോഫോണിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം ഞാൻ കാണിക്കുന്നതായിരിക്കും, വീഡിയോ ഔട്ട്രോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബോട്ട്. RGB ലൈറ്റിങ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അതിൻ്റെ വൈറ്റ് കളറാണ്. അത് നമുക്ക് ഏറ്റവും കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ ഇമ്മോർട്ടലിൻ്റെ അൺബോക്സിങ്ങും ചെറിയ ഡീറ്റെയിലിങ്ങും എല്ലാം നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ നമുക്ക് ഞാനതൊന്ന് ചെവിയിലൊന്ന് വെച്ചോട്ടെ, നിങ്ങൾക്ക് കാണണ്ട എൻ്റെ ചെവിയിലിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, കണക്ട് ചെയ്ത് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ സാധാരണ ഇതുപോലത്തെ നമ്മൾ ഹെഡ്സെറ്റുകൾ മേടിക്കുമ്പോൾ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഓവർ ദി എയർ കിട്ടാൻ പാടാണ്. ഓവർ ദി എയർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷെ വരുമ്പോൾ സംഭവം ചെവി തട്ടിയായിരിക്കും ഇരിക്കുന്നത്. ഇത് പക്ഷെ അങ്ങനല്ല. ഇതിനകത്തെ സ്പേസ് നമ്മുടെ ചെവി നല്ലോണം കവർ ചെയ്യുന്നുണ്ട്, ചെവിയിൽ ടച്ച് ചെയ്യുന്നില്ല വലുതായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ വെയിറ്റ് ചെവിയിൽ വരുന്നില്ല. പിന്നെ ലെതർ നല്ല ലെതറാണ് കേട്ടോ, നല്ലൊരു ഒരു സോഫ്റ്റ് ഫീലിംഗ് കിട്ടുന്നത് ഇത് വയ്ക്കുമ്പോൾ. പിന്നെ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റിയെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല ഓഡിയോ ക്വാളിറ്റിയാണ്. നിങ്ങളിത് മാക്സിമം ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓഡിയോ ക്വാളിറ്റി വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഫ്രണ്ടിനെ നമ്മൾ പിന്നെ പരിചയപ്പെടുത്താം. ഓക്കെ, ആരത് മേടിച്ചെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ അവസാനം ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അവനെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം, അവനെ അറിയാവുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഹെഡ്ഫോണിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളും എല്ലാം ഷൂട്ട് ചെയ്തതിന് ശേഷം ഇനി ഓണറിനെ ഏൽപ്പിക്കാൻ വന്നേക്കുവാണ്. ഓണർ എന്ത് ചെയ്യും? അവിടെ ഓക്കെ, അരീഷാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഏതാ പ്ലേ ചെയ്തേക്കുന്നത്? മറ്റേതാണോ? മറ്റേ പ്ലേ അറ്റ്മോസ് എങ്ങനുണ്ട്? വേറെ മറ്റേ ഇത് കാണിച്ചു തരാം, ഡോൾബി. കണലൊക്കെ തിന്നു വെട്ടമില്ല, തിന്നിട്ട് ഇത്തിടുന്നു. അടിപൊളി. ആ വിലക്ക് പത്തല്ലേ, പിന്നെ വിലക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനകത്ത് എക്സ്ട്രാ ഒരു ഫീച്ചർ നമ്മൾ വിട്ടുപോയത്, മനഃപൂർവ്വം വിട്ടുകളഞ്ഞൊരു ഫീച്ചർ ഇപ്പോൾ കാണിച്ചു തരാം എന്താണെന്നുള്ളതോ. എന്നിട്ട് നോക്കി, നമ്മളിതാ ഈ ക്യാപ്പ് ജസ്റ്റ് ഒന്ന് തുറക്കുവാണെങ്കിൽ, ഓക്കെ എടുക്കട്ടെ,
ഓക്കെ, ഇതിനകത്തൊരു ഡോങ്കിളുണ്ട്, എക്സ്ട്രാ ഒരു ഡോങ്കിൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ലാറ്റൻസിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ലാറ്റൻസി എത്ര ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. 35 ms ആണ് ഇതിൻ്റെ ലോ ലാറ്റൻസി വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അത്രയും കുറഞ്ഞ ലാറ്റൻസി കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ അന്നേരം തന്നെ എടുത്തതും. അതുമാത്രമല്ല കംഫർട്ടും നോക്കിയിട്ടാണ് എടുത്തത്. മെയിനായിട്ട് കംഫർട്ട്, രണ്ടാമത് ലോ ലാറ്റൻസി. അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ബ്ലൂടൂത്തായിട്ട് പെയർ ചെയ്ത് നോക്കാം നമ്മുടെ ഹെഡ്ഫോൺ. ഓക്കെ, IM1300 ആണ് നമ്മുടെ മോഡല്. ഓക്കെ, പെയർ ആവുന്ന ടൈമിൽ താണ്ടെ നിങ്ങൾക്കിത് നോക്കി അറിയാം. ഒരു പെയറായി കഴിയുമ്പം ഒരു പിങ്ക് കളർ താണ്ടെ ഇവിടെ വന്നിട്ടുണ്ട്. പെയറായി കഴിയുമ്പോഴാണ് പിങ്ക് കളർ വരുന്നത്. പെയറിങ്ങിൻ്റെ ടൈമിൽ റെഡും, എന്നുവെച്ചാൽ പെയറിങ്ങിന് റെഡി ആയിട്ട് നിൽക്കുന്ന ടൈമിൽ വയലറ്റ് പോലത്തെ കളർ. ഓക്കെ, അപ്പോൾ ഇനി ഡോങ്കിൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഫോണിനകത്തോട്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഡോങ്കിൾ കണക്ട് ചെയ്യുന്ന ടൈമിൽ കണ്ട അതിനകത്തും സെയിം കളേഴ്സാണ് വരുന്നത്. റെഡ്, ബ്ലൂ, ഒരു പിങ്കിഷ് വയലറ്റ് പോലത്തെ കളർ. ഓക്കെ, ഇപ്പോഴാണ് നമ്മൾ ലോ ലേറ്റൻസി ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ, എന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ അവർ എക്സ്ട്രീമായിട്ട് എടുത്തു പറയുന്നൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഇതാണ് കംഫർട്ട്. ഞങ്ങൾക്ക് നോക്കിയിട്ട് ഞങ്ങൾ എടുത്ത ഫീച്ചറാണ് കംഫർട്ട്. എന്ന് വെച്ചാൽ അവർ 10,000 രൂപയാണ് ഇത് ഇട്ടിരുന്ന പ്രൈസ്. എന്തെന്ന് വെച്ചാൽ ബ്ലാക്കും ഒരു ബ്ലൂ ആണെന്ന് തോന്നുന്നു. ബ്ലൂവും അവരിട്ടിരുന്നത് ഓഫർ പ്രൈസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഒരു പ്രീമിയം ആയിരുന്നു, അതവർ ഓഫർ പ്രൈസിന് ഇട്ടിട്ടില്ലായിരുന്നു. അത് ഒരു 10,000 രൂപയാണ് ഇട്ടിരുന്ന പ്രൈസ്. ഞങ്ങൾ അന്നേരം അതുകൊണ്ടാണ് ബ്ലാക്ക് ഇപ്പം ബുക്ക് ചെയ്തത്. വൈറ്റ് അന്നേരം പ്രൈസ് കൂടുതലായിരുന്നു. ബ്ലാക്ക് വന്നതിന് ശേഷം അവർ പ്രൈസ് മാറ്റി 2,300 രൂപ തന്നെ ഓഫറിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ തീർന്നു, അവർ കുറച്ച് സ്റ്റോക്കേ ഉള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ ഇമ്മോർട്ടലിൻ്റെ ഇൻബിൽഡ് മൈക്കിൻ്റെ ഓഡിയോ ടെസ്റ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഓഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഇതിൻ്റെ മൈക്രോഫോണിൽ കൂടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ഫീൽ ചെയ്യുമായിരിക്കും. ഞാനിത് ഒരു വട്ടം ആദ്യമേ റെക്കോർഡ് ചെയ്ത് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്, വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റേർണൽ മൈക്രോഫോണും ക്വാളിറ്റി ഞാൻ നേരത്തെ ചെറുതായിട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഇൻ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന പ്രൈസ് റേഞ്ചിൽ വേറൊരു ഹെഡ്സെറ്റ് എന്തോ പറയാനില്ല, വേറെ കമ്പയർ ചെയ്യാൻ എനിക്കില്ല തൽക്കാലം. ഇതിൻ്റെ ഈ സെഗ്മെന്റിലുള്ള വേറൊന്നുമില്ല. നെക്ക് ബാൻഡ് ഒന്നും നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നെക്ക് ബാൻഡ് വെച്ച് കമ്പയർ ചെയ്താലും സറൗണ്ട് സൗണ്ടാണ് വരുന്നത്. 3D സറൗണ്ട് സൗണ്ട് ഇതിൽ കിട്ടും. ഞാനിത് ഒരു ഓഡിയോ കേട്ട് നോക്കി, എന്താണെന്ന് വെച്ചാൽ ഒരു മ്യൂസിക് കേട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് യഥാർത്ഥ ഒരു ഇത് മനസ്സിലായത് ഇതിൻ്റെ സറൗണ്ടിൻ്റെ കാര്യം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും